ആ മഹ്ശറയിൽ നടക്കുന്ന വലിയൊരു സംഭവം അതാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. നോക്കൂ, 13-ാമത്തെ ആയത്ത്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉ നബ്ബഅ യുനബ്ബിഉ. നബ്ബഅ യുനബ്ബിഉ എന്ന് പറഞ്ഞാൽ വിവരമറിയിച്ചു എന്നാ. അതിനെ മുതാരി യുനബ്ബിഉ. യുനബ്ബഉ എന്ന് പറഞ്ഞാൽ അത് മജ്ഹൂലായിട്ടാണ് പറയാ, പാസീവ് വോയിസ്. അപ്പോ വിവരമറിയിക്കപ്പെടും. അൽ ഇൻസാൻ, മനുഷ്യന് വിവരമറിയിക്കപ്പെടും. മനുഷ്യൻ വിവരമറിയിക്കപ്പെടും, മനുഷ്യന് വിവരം കിട്ടും. യൗമൈദിൻ, അന്നാളിൽ മനുഷ്യന് വിവരമറിയിക്കപ്പെടും. ബിമാ ഖദ്ദമ, അവൻ മുൻകൂട്ടി ചെയ്തതിനെപ്പറ്റി. വഅഖറ, അവൻ നീട്ടിവെച്ചതിനെപ്പറ്റി, പിന്തിച്ചതിനെപ്പറ്റി. അവൻ മുൻകൂട്ടി ചെയ്തതിനെപ്പറ്റിയും നീട്ടിവെച്ചതിനെപ്പറ്റിയും അല്ലെങ്കിൽ അവൻ പിന്തിപ്പിച്ചതിനെപ്പറ്റിയും ഒക്കെ അന്നേ ദിവസം വിവരമറിയിക്കപ്പെടും. എന്താ പറഞ്ഞ്? ആ ഖിയാമത്തൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ കാര്യമായി നടക്കുന്ന ഒരു പ്രക്രിയ, മഹ്ശറയിൽ കാര്യമായി നടക്കുന്ന ഒരു കാര്യം വിചാരണയാണ്. ആ ഹിസാബിന്റെ മുന്നോടിയായിട്ട് മനുഷ്യ ചെയ്ത കർമ്മങ്ങളെ സംബന്ധിച്ച് അവന്റെ മുമ്പിൽ കാര്യങ്ങൾ ഹാജരാക്കുകയാണ്. നമ്മൾ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ ആകെ കൊണ്ടുപോയൊരു സാധനം അത് മാത്രം. നമ്മുടെ സമ്പത്തോ കുടുംബമോ നമ്മുടെ വസ്തുക്കളോ ഒന്നും നമ്മൾ കൊണ്ടുപോകണില്ല. നമ്മൾ വലക്കത് ജിത്തുമൂന ഫുറാദ, ഒറ്റക്കാണല്ലേ വരവ് എന്നാണ് അള്ളാഹ് നമ്മളെ വരവിനെ കുറിച്ച് തന്നെ പറയാ. അങ്ങനെ വന്ന നമ്മുടെ പക്കലുള്ള ഒരേ ഒരു സാധനം വയബക്ക അമലുഹു, നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ്. നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ, അന ഫിത്തുന്യാവൽ ആഖിറ, ഞാൻ എൻ്റെ കൂടെ ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട് എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്ത അമലുകൾ, പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക. അതൊക്കെ ഒരു കർമ്മപുസ്തകം പോലെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. നല്ലവരുടെ കർമ്മപുസ്തകം ഇല്ലീൻ, ചീത്തവരുടെ കർമ്മപുസ്തകം സിജ്ജീൻ. ഒമാ അദ്റാക മാ ഇല്ലിയൂൻ, കിതാബും മർക്കൂം, അല്ലെ? അതൊരു ഡിജിറ്റലൈസ്ഡ് കിതാബായിരിക്കും. എന്തായാലും ശരി, ആ ഗ്രന്ഥം അത് അവരറിയിക്കും. ആ കിതാബ്, അങ്ങനെ ഒരു കിതാബ് ഉണ്ടെന്ന് നമ്മൾ ശരിക്കും പഠിക്കുന്നുണ്ട്, അല്ലെ? വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് നമ്മൾ പഠിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡും ഉണ്ട് എന്നത്. ആ റെക്കോർഡില് ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, ബിമാ ഖദ്ദമ വഅഖറ, അവര് മുൻകൂട്ടി ചെയ്തതിനെ പറ്റിയും നീട്ടിവെച്ചതിനെ പറ്റിയും എന്നാണ് തൽക്കാലം അർത്ഥം കൊടുത്തത്. ഇത് പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാ വ്യാഖ്യാനങ്ങളും ചേർന്ന് വേണമെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഒന്ന്, ആ ദിവസം മനുഷ്യൻ അവന്റെ ഭൗതിക ജീവിതത്തിൽ, അവന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്ത സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് പരലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുകയും അവന്റെ നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങൾ അവന് ശേഷം യുഗാന്തരങ്ങളോളം ആഗതമായി കൊണ്ടിരിക്കുന്ന പിൻതലമുറകളിൽ അവശേഷിപ്പിച്ച ഫലങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും എന്തൊക്കെയാണ് എന്ന് അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കും. അവൻ ചെയ്ത അമലുകൾ ഇതൊക്കെയാണ്. ആ ചെയ്ത അമലുകളുടെ ആസാറുകൾ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ ചെയ്ത എല്ലാ അമലുകളും അതിൻ്റെ ആസാറുകളും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ, അവർ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ. ഇവിടെ മാ ഖദ്ദമ എന്ന് പറഞ്ഞത് അവൻ മുൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും. ഇനി ആസാറഹും, അവയുടെ ആസാറുകൾ, ആ ചെയ്ത പ്രവർത്തനങ്ങളുടെ കോൺസിക്വൻസ്, അതും ആ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു, ആ ചെയ്ത അമലുണ്ടാവും, ആ ക്ലാസ് എന്ത് സ്വാധീനമാണ് പ്രപഞ്ചത്തിലും ലോകത്തും ഉണ്ടാക്കിയത് എന്ന് അതിന്റെ ആസാരം ഉണ്ടാവും. നിങ്ങൾ ക്ലാസ്സിലേക്ക് ഒരാളെ ക്ഷണിച്ചതുണ്ടാവും,
ആ ക്ഷണിച്ചപ്പോ ആ വന്ന ആളുകളുടേതായ മാറ്റങ്ങൾ അതും ആ റെക്കോർഡിലുണ്ടാവും. ദുഷിച്ച കർമ്മം അങ്ങനെ തന്നെയാണ്. ഒരാൾ ചെയ്ത തെറ്റുകളും ഉണ്ടാവും, ചെയ്ത തെറ്റിന്റെ ദുഷ്ഫലങ്ങൾ. അതല്ലേ ഹാബീലിന്റെ കഥയില് ആ കൊലപാതകത്തിന്റെ എല്ലാ കൊലപാതകത്തിന്റെ ഒരു അംശവും അവിടെ ആദ്യം കൊല നടത്തിയ ആൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ അതിന്റെ ആസാറുകളും അതാണ് ഇവിടെ പറഞ്ഞത് ഖദ്ദമ വഅഖർ എന്നാണ് ഒരു വിധ പണ്ഡിതന്മാര് പറയുന്നത്. അതേപോലെ മറ്റൊരു വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ വിചാരിച്ചതും എന്നാൽ ചെയ്തിട്ടില്ലാത്തതും, അതേപോലെ ചെയ്യാൻ വിചാരിക്കാത്തതും എന്നാൽ ചെയ്തു പോയതുമായ കാര്യങ്ങൾ. കുറെ പ്രൊഫസറുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു. അതായത് അവൻ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ ചെയ്തില്ല, അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ആ വിചാരത്തിന് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ അവൻ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ അറിയാതെ ചെയ്തു പോയി. അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല, പക്ഷെ ചെയ്തു പോയ കാര്യങ്ങൾ അതും ആ റെക്കോർഡിലുണ്ടാവും. മറ്റൊന്ന് അവൻ മുമ്പ് ചെയ്തതും പിന്നീട് ചെയ്തതും എല്ലാം കൃത്യമായ കണക്കും തീയതിയും സഹിതം അവന്റെ മുമ്പിൽ വെക്കും. അവൻ മുമ്പ് ചെയ്ത കാര്യങ്ങൾ പിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെത് കൃത്യമായിട്ട് അതിലുണ്ടാവും റെക്കോർഡിൽ. മറ്റൊരു വ്യാഖ്യാനം അവൻ ചെയ്ത നന്മയും തിന്മയും വിവരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൻ ചെയ്യാതെ വർജിച്ച നന്മയും തിന്മയും. ചില കാര്യം അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാ, ചില നന്മകളുണ്ടായി ചെയ്തിട്ടില്ല. അതേപോലെ അവൻ ചെയ്യാൻ അവസരമുണ്ടായിട്ടും ചെയ്യാതിരുന്ന ചില തിന്മകളുണ്ട്, ആ തിന്മകളും അവിടെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇതിന് വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരാൾ ആദ്യ നാളിൽ ചെയ്ത കാര്യങ്ങൾ അവസാന നാളിൽ ചെയ്തത്, അതാണ് ഖദ്ദമ വഅഖർ എന്നൊരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ മറ്റൊരു വ്യാഖ്യാനം. ചെയ്യാൻ ഭാവിച്ചു ചെയ്തില്ല, നേരത്തെ പറഞ്ഞു. ചെയ്യാൻ ഭാവിച്ചു ചെയ്തില്ല, ചെയ്യാൻ ഭാവിച്ചില്ല ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ. ചെയ്ത നന്മ ചെയ്യാത്ത നന്മ, ചെയ്ത നന്മകള് ചെയ്യാത്ത നന്മകൾ, ചെയ്ത തിന്മ ചെയ്യാത്ത തിന്മകൾ. എന്ന് പറഞ്ഞാൽ ചില തിന്മ ഉണ്ടായി ബോധപൂർവ്വം ചെയ്യാതിരുന്നു, തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ആ തിന്മ ചെയ്യാതിരുന്നതും ആ രേഖയിലുണ്ടാവും. വേറെ ചില ആളുകൾ വ്യാഖ്യാനിച്ചത് കർമ്മങ്ങളിൽ മുൻഗണന കൊടുത്തതാണ് മാ ഖദ്ദമ. ചിലത് മുൻഗണന കൊടുക്കാത്തത്. ചില ആളുകൾ ചിലതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും, ചില കൊടുക്കേണ്ടത് എത്ര പ്രാധാന്യം കൊടുത്തോ ഇല്ല എന്നൊക്കെയുള്ള വേറെ വിശകലനം. അതേപോലെ മറ്റൊരു വ്യാഖ്യാനം കൃത്യസമയത്ത് ചെയ്തത്, നീട്ടിവെച്ചത്. ഇപ്പൊ നമ്മൾ നിസ്കാരമൊക്കെ ഒരാൾ അവല് വക്തിൽ തന്നെ നിസ്കരിച്ചാണെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അത് പിന്നെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചേ ഉണ്ടാവും. ഹജ്ജൊക്കെ അങ്ങനെയല്ല. പല ആൾക്കാരും ഹജ്ജിന് അവസരം ഉണ്ടായിട്ടും സാമ്പത്തിക ശേഷി ആരോഗ്യം ഉണ്ടായിട്ടും അത് കഴിയട്ടെ, മോളെ കല്യാണം കഴിയട്ടെ, കുട്ടികളെ കല്യാണം കഴിയട്ടെ, പിന്നെ പോകാന്ന് അത് നീട്ടി വെച്ചിട്ട് അവസാനം ചെയ്യാൻ കഴിയാതെ പോയ എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ചിലര് നീട്ടിവെച്ചത്. അതേപോലെ വേറൊരു നല്ല വ്യാഖ്യാനം, അവൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ. മരിച്ചതിന് ശേഷം കാര്യം ചെയ്യാനില്ലല്ലോ, പക്ഷെ ചെയ്തു വെച്ചതിന് മരണശേഷം അവന് അതിന്റെ പ്രത്യാഘാതമായി ലഭിച്ചത്. ഇപ്പൊ ജാരിയായ സദക്കകളൊക്കെ മരണത്തിന് ശേഷം കിട്ടുന്നതാണ് ജാരിയായ സദക്കകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഈ വ്യാഖ്യാനം ഒന്നിനൊന്ന് തെറ്റല്ല, എല്ലാ വ്യാഖ്യാനങ്ങളും ചേർന്നതാണ്. കാരണം എല്ലാം ആ റെക്കോർഡിലുണ്ടാവും. ആ റെക്കോർഡ് കാണുമ്പോ മനുഷ്യൻ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അവിടെ ഗ്രന്ഥം സ്ഥാപിക്കപ്പെടുമ്പോ അന്തം വിട്ട് അന്താളിച്ച് പരിഭ്രമിച്ചിട്ട് മനുഷ്യൻ ചോദിച്ചു പോകും, ഇതെന്തൊരു കിതാബാ? ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും പ്രതിഫലനങ്ങളും മനസ്സിൽ വിചാരിച്ചതും വിചാരിക്കാതിരുന്നതും ചെയ്തതും ചെയ്യാതിരുന്നതും നീട്ടിവെച്ചതും ചുരുക്കി വെച്ചതും ഒക്കെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ അന്താളിച്ച് പരിഭ്രമിച്ചു പോകുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അതാണ് മനുഷ്യൻ ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും അവിടെ ഉണ്ട്. അദിമത്ത് നഫ്സുമ്മ ഖദ്ദമത്ത് വഅഖറത് എന്ന് കൂടെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്.
അവരിങ്ങനെ മുൻകൂട്ടി ചെയ്തതും നീട്ടിവെച്ചതുമായ എല്ലാ കാര്യങ്ങളും അവർ അറിയുന്ന ഒരു ദിവസമായിരിക്കും ഖിയാമത്ത് നാള്. കാരണം നമ്മുടെ മനോഗതി പോലും അറിയുന്ന അള്ളാഹു തആല റെക്കോർഡാക്കുന്ന റെക്കോർഡാണത്. ആ റെക്കോർഡ് അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ചെയ്തു പോയ എല്ലാ അമലുകളും അവിടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞത്. തുടർന്ന് പറയുന്നു 14-ാമത്തെ ആയത്തില് വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. ബൽ എന്നാൽ അൽ ഇൻസാനു മനുഷ്യൻ അലാ നഫ്സിഹി തനിക്കെതിരെ തന്നെ ബസീറ ഒരു തെളിവാകുന്നു. ബൽ എന്നാൽ അൽ ഇൻസാൻ മനുഷ്യൻ അലാ നഫ്സിഹി തന്റെ നഫ്സിനെതിരെ തനിക്കെതിരെ തന്നെ ബസീറ ഒരു തെളിവാകുന്നു, ഒരു കാഴ്ചയാകുന്നു, തന്നെ ഒരു തെളിവാകുന്നു. ഈ റെക്കോർഡിന് അവൻ തന്നെ തെളിവാണ്. ആ പരലോകത്തെ റെക്കോർഡിൻ്റെത് വേറെ സാക്ഷികളെ കൊണ്ടുവരേണ്ടതൊന്നുമില്ല. ഇയാൾ അങ്ങനെ ചെയ്തിക്കണോ, ഇയാൾ നിസ്കരിച്ചിട്ടില്ലേ, ഇയാൾ ആളുകളെ ദ്രോഹിച്ചോ എന്നുള്ളതിനൊന്നും വേറെ ആളെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അവന് തന്നെ തെളിവായിരിക്കും. കാരണം ഒരു കള്ളന് താൻ ചെയ്ത കളവ് ലോകത്തിന്റെ മുമ്പിലൊക്കെ മറച്ചു വെക്കാം, പക്ഷെ അയാളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. അയാൾക്കറിയാലോ ഞാൻ കട്ടിക്കണെന്ന്. ഒരു കാര്യം ചെയ്ത ആൾക്ക് ഏത് കപടനും ഏത് തട്ടിപ്പുകാരനും താൻ ലോകത്തിന്റെ മുമ്പിൽ തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം, പക്ഷെ അയാൾക്കറിയാലോ താൻ തട്ടിപ്പ് ചെയ്തിരിക്കുന്നത്. പരലോകത്ത് അയാൾ തന്നെയാണ് ഒരു തെളിവ്. അയാൾ തന്നെയായിരിക്കും അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റവും വലിയ സാക്ഷി. ഇത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത്. കാരണം അയാളുടെ എല്ലാ അവയവങ്ങൾ പോലും അയാൾക്കെതിരെ നിൽക്കുന്ന ദിവസം അയാൾക്കെതിരെ ആയിരിക്കും അന്ന്. വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. അതാണ് ഖുർആൻ പറഞ്ഞത്. ആ കിതാബ് കാണുമ്പോ തന്നെ ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് തന്നെ മതി. ഈ കിതാബ് വെച്ച് നിനക്കെന്നെ നോക്കിയാൽ നിന്നെ ബോധ്യപ്പെടും, നിനക്കത് ബോധ്യം വരും. കാരണം ആ അമലുകളൊക്കെ അയാളെ മുമ്പിൽ അതൊക്കെ ഹാജരാക്കപ്പെടണം. അയാൾക്കറിയാം വേറെ കള്ളത്തരൊന്നും അവിടെ നടക്കൂല. അയാൾ തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം അയാളുടെ അവയവങ്ങൾ അതിന് സാക്ഷി നിൽക്കും. യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വഅയ്ദിയഹും വഅർജുലഹും. അവരുടെ നാവുകളും കൈകളും കാലുകളും ഒക്കെ അന്ന് ദിവസം സാക്ഷി പറയും. വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം. അവരുടെ വായകൾ സീരി വെക്കും. വതുകല്ലിമുനാ ഐദീഹിം. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും. അവരുടെ കാലുകൾ സാക്ഷി പറയുന്ന ഒരു ദിവസമായിരിക്കും അത്. അപ്പൊ അവരെന്നെ തെളിവാണ്. ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും. അവരുടെ കണ്ണുകളും കാതുകളും തൊലികളും ഒക്കെ സാക്ഷി പറയുന്ന ദിവസം സൂറത്തുൽ ഫുസ്സിലത്തിൽ കാണാം. അഥവാ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമ്മളെ കൂടെ നമ്മൾ ചെയ്ത അമലുകളൊക്കെ കൂടെ പോരുകയാണ്. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന മിമ്മാ യഖ്ലുഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അമിലഹു വനശറഹു. ഒരു സത്യവിശ്വാസി മരണാനന്തര കർമ്മങ്ങളിലും സൽക്കർമ്മങ്ങളിലും അവൻ പഠിച്ചതും പ്രചരിപ്പിച്ചതുമായ അറിവ്, ആ അറിവ് അവനെ പിന്തുടരും. നമ്മൾ പോരുമ്പോ നമ്മൾ പഠിപ്പിച്ച കാര്യവും അതേപോലെ തന്നെ ആ പഠിച്ച ഇൽമും ആ പഠിച്ച ഇൽമിനെ പ്രചരിപ്പിച്ചതും ഒക്കെ നമ്മളെ കൂടെ പോരും. നമ്മൾ ചെയ്ത നന്മകളും നമ്മളെ കൂടെ പോരും. വലദൻസാലിഹൻ തറക്കഹു. സദ്വൃത്തരായ മക്കളും കൂടെ പോരും. മുസ്ഹഫൻ വറസഹു. അവൻ അനന്തരമായി ലഭിച്ച അവന്റെ മുസാഫ് കൂടെ പോരും. മസ്ജിദം ബനാഹു. അവനുണ്ടാക്കിയ പള്ളി കൂടെ അവന്റെ കൂടെ പോരും. ഔ ബൈത്തൻ ലി ഇബ്നി സബീൽ. വഴിയാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സത്രം, അവൻ ചെയ്ത സേവനങ്ങൾ നന്മകളൊക്കെ അവന്റെ കൂടെ പോരുകയാണ്. ബനാഹു ഔ ബൈത്തൻ ലി ഇബ്നി സബീൽ ബനാഹു. അവൻ വഴിയാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ച സത്രങ്ങളും പോരും. ഔ നഹ്റൻ നജ്റാഹു. അവൻ ഉണ്ടാക്കിയ പുഴയും. ഔ പുഴ തന്നെ ചെറിയ അരുവികൾ, വെള്ളച്ചാലുകള്. ഔ സദഖത്തൻ നജ്റഹ മിമ്മാരിഹി മിൻ സിഹ്ഖത്തിഹി വയാതിഹി തൽഹഖുഹു മിൻ ബാദി മൗതിഹി. അങ്ങനെ സദക്കകളൊക്കെ അവന്റെ മരണത്തിന് ശേഷം അവനെ പിന്തുടരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പോരുന്നതൊക്കെ സാക്ഷികളായിട്ട് നമ്മളെ കൂടെ ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ ഒറ്റക്കല്ല പോകുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാതും അതിന്റെ കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ട് അങ്ങോട്ട്. അതൊക്കെ അവിടെ സാക്ഷിയാണ്. വേറെ ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്,
7 കാര്യങ്ങൾ ഒരടിമ ചെയ്ത് അവന്റെ മരണത്തിന് ശേഷം അവന്റെ ഖബറിലും അതുണ്ടായിരിക്കും, അവന്റെ ഖബറിലേക്കും അത് കൊണ്ടുപോകുന്നുണ്ട്. മൻ അല്ലമ ഇൽമാ, എല്ലാത്തിലും ആദ്യം പറഞ്ഞ ഇൽമിനെ കുറിച്ചാട്ടോ. ഒരു വിജ്ഞാനം ഒരാളെ പഠിപ്പിച്ചത്, ഒരു വിജ്ഞാനം ഒരാളെ പഠിപ്പിച്ചത്, ഒരു നല്ല കാര്യം ഒരാളെ പഠിപ്പിച്ചത് നാളെ ഖബറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഔ അജ്റൻ നഹ്റ, ഒരു നദി ഒഴുക്കിയത്. ഔ ഖഫറ ബിഅറ, ഒരു കിണർ കുഴിച്ചു കൊടുത്തത്. ഔ അറസ നഹ്ലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം, ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഔ ബനാ മസ്ജിദൻ, പള്ളി ഉണ്ടാക്കിയത്. വൗ വറസ മുസ്ഹഫൻ, ഒരു മുസാഫ് അനന്തരമായി ലഭിച്ചൊരു മുസാഫ്. ഔ തറക്ക വാലിദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അവന്റെ മരണത്തിന് ശേഷം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കള്. ഇതൊക്കെ നമുക്ക് പരലോകത്ത് ലഭിക്കുകയാണ്. അപ്പൊ നമ്മൾ സാക്ഷിയായിട്ട്, പരലോകത്തെ സാക്ഷിയായിട്ട് ഈ രേഖകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു കളിയും നടക്കൂല, നമ്മൾ തന്നെ സാക്ഷി പറയേണ്ടി വരികയാണ്. തുടർന്ന് 15-ാമത്തെ ആയത്തിൽ ഖുർആൻ പറയുന്നു, നോക്കൂ. വലൗ അൽഖാ മവാദീറ, അതിനോട് ചേർന്ന് പറയേണ്ട ആയത്ത് തന്നെയാണ്. വലൗ അൽഖാ, അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ്, സമർപ്പിച്ചു. അവൻ ഇട്ടാലും അവൻ സമർപ്പിച്ചാലും. മഹാദീർ, ഉദിറിൽ നിന്ന് വന്നാണ്, അല്ലെങ്കിൽ മാദിറത്തിന്റെ ബഹുവചനാണ് മഹാദീർ. അവന്റെ ഒഴിവ് കഴിവുകൾ, അവൻ എത്ര ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും ഒരു രക്ഷയില്ലല്ലോ. ഇവൻ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. കാരണം വലൗ അൽഖാ മഹാദീറ, അവൻ തന്റെ ഒഴിവ് കഴിവുകൾ അവൻ എത്ര സമർപ്പിച്ചാലും ശരി, ഇതൊക്കെ അവിടെ കൃത്യമായിട്ട് തെളിയിക്കുകയാണ്. വിചാരണ വേദിയില് ശരിക്ക് കുറ്റം സ്ഥാപിക്കപ്പെടാതെ, അതായത് കുറെ ഇവന് ഞാൻ നീ ഇത് ചെയ്തിക്കളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമല്ല, കാരണം അവനക്കറിയാം അവൻ ചെയ്തത് തെറ്റാണ്. കാരണം അലാ നഫ്സിഹി ബസീറ. പിന്നെ ഇതൊക്കെ ഈ രേഖ കാണിക്കുന്നതിന് ആ വിചാരണ കുറ്റമറ്റതാക്കാനും അത് നീതിപൂർവം പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടാണ്. ഓരോ ആൾക്കും താൻ ആരാന്ന് അറിയാലോ. അപ്പൊ ആ വിചാരണ പൂർത്തീകരിച്ച് കൃത്യമായി അവതരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഇവൻ എന്തൊഴിവ് കഴിവ് പറഞ്ഞാലും ശരി, ഞാൻ അങ്ങനെ എങ്ങനെയെന്നൊന്നും പറഞ്ഞാൽ അതൊക്കെ അതിനെതിരായിട്ട് അവിടെ ഇങ്ങനെ ശരിക്കും കാണാം. ഓരോ സമയത്ത് അയാൾ ചെയ്ത മനോഗതി പോലും അവിടെ ഇങ്ങനെ കാണാം. യൗമൈദി യസ്തുറുന്നാസു അസ്താത്തല്ലി ഉറവാമാലും, അന്ന് ആളുകൾ ചെയ്ത കർമ്മങ്ങൾ അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആ കർമ്മങ്ങൾ പുറത്ത് ചെയ്യണ മാത്രമല്ല, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോയിലും എനിക്കും വീഡിയോയിൽ പകർത്താൻ പറ്റുള്ളൂ. പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ മനസ്സെന്താണെന്നുള്ളത് അള്ളാന്റെ റെക്കോർഡിലുണ്ടാവും. ഞാൻ എന്ത് മനോഗതിയിലാണ്, എന്ത് താല്പര്യത്തിലാണ് ഈ ഖുർആൻ ക്ലാസ് എടുക്കുന്നത്, ആ സമയത്ത് എന്റെ മനസ്സെന്താണ്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സെന്താണ്, ഒരു നന്മ ചെയ്യുമ്പോൾ എന്റെ മനസ്സെന്താണ്. കാരണം അവൻ ഖദീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ്. അവൻ ഖബീറും ബിമാ തഅമലൂൻ, നമ്മൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. അങ്ങനെ എന്ത് ഒഴിവ് കഴിവ് പറഞ്ഞാലും ശരി, ആ ഒരു റെക്കോർഡിലേക്കാണ് മനുഷ്യൻ കൊണ്ടുവരിക. ഇങ്ങനെ ആ പരലോകത്തെ വിചാരണയെ സംബന്ധിച്ച് ശക്തമായ ചുരുങ്ങിയ 2-3 വാക്കുകളിൽ വളരെ ശക്തമായ ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തുന്നത്. അതേസമയം ഇതിനിടയ്ക്ക് ഈ വർത്താനം പരലോകത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ഇടയ്ക്ക് അല്ലാഹു തആല വേറൊരു വർത്താനം അതിന്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരാളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക്, ഇപ്പൊ നമ്മള് സ്കൂളിൽ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഇടയ്ക്ക്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടാ, ക്ലാസ്സിൽ ശ്രദ്ധ പോകരുത്, നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ എഴുതിയെടുക്കണം, പറയണമൊക്കെ നോക്കണം എന്നൊക്കെ അധ്യാപകൻ പറയുന്നത് പോലെ അതിഗൗരവമായ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സമാശ്വസിപ്പിക്കുകയും പ്രവാചകന് കരുത്ത് നൽകുകയും ചെയ്യുന്ന ഒരു ഇടവാക്യം അഥവാ ജുംല മുത്തരിള, ഒരു ഇടവാക്യമാണ് ഇന്നുള്ള 2-3 ആയത്തുകൾ.